സ്മാർട്ട് മീറ്ററിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കഴിഞ്ഞ ഒരു 3 നൂറ്റാണ്ടിലധികമായിട്ട് സാങ്കേതിക രംഗത്തുണ്ടായ മാറ്റങ്ങളെ, പ്രത്യേകിച്ച് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ രംഗത്തും IT രംഗത്തും ഉണ്ടായ കുതിച്ചുചാട്ടങ്ങളെ വൈദ്യുതിയെ അറിയുന്നതിനും അളക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഒരു ഊർജ്ജ സ്രോതസ്സായി കൂടുതൽ കാര്യക്ഷമമായും വിശ്വാസ്യതയോടെ ഉപയോഗിക്കുന്നതിനും കൃത്യതയോടെ കൈമാറ്റം ചെയ്യുന്നതിനും വൈദ്യുതി മേഖലയിൽ സന്നിവേശിക്കപ്പെടുന്നതിന്റെ പ്രതിഫലമാണ് AMI സ്മാർട്ട് മീറ്റർ സാങ്കേതിക എന്ന് പറയുന്നതാണ് കറക്റ്റ്. നമുക്കറിയാം, പണ്ട് നമ്മുടെ ഇലക്ട്രോ മെക്കാനിക്കൽ മീറ്റർ, ഫെരാരി മീറ്റർ എന്ന് പറയുന്ന എഡി കറന്റ് പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന ആ ഫെരാരി മീറ്ററിലാണ് നമ്മുടെ മീറ്ററിന്റെ തുടക്കം. അവിടെ ശരിക്കും അറിയാം, നമ്മള് കൃത്യമായ ആക്യുറസി ഇല്ല, ഏകദേശം കറക്റ്റ് ഇല്ല. അതിനകത്ത് കിലോ വാട്ട് അവർ യൂണിറ്റ് മാത്രമാണ് മെഷർ ചെയ്യാൻ പറ്റിയിരുന്നത്. അതിനുശേഷം നമ്മൾ ഒരു ചേഞ്ചിങ് ഫേസ് ഓഫ് മീറ്ററിംഗ് ഉണ്ട്. അതായത് നമുക്കറിയാം, ഇത് ഇലക്ട്രോ മെക്കാനിക്കൽ മീറ്ററാണ്, ഡിസ്ക് കൊണ്ടുള്ള മീറ്ററാണ്. അത് ഒത്തിരി നമുക്കറിയാം, അതിന്റെ ചെറിയൊരു അനക്കം വന്നു കഴിഞ്ഞാൽ അതിന് ആക്യുറസി പോകും. ഈ പറയുന്ന സ്പിൻഡിലും എഡി കറണ്ടും എല്ലാം, ബ്രേക്ക് മാഗ്നറ്റും, അതുപോലുള്ള ഒത്തിരി മെക്കാനിസം ആണ്. അതിനുശേഷം നമ്മൾ ഇലക്ട്രോണിക് മീറ്റർ വന്നു. ഇലക്ട്രോണിക് മീറ്ററിനകത്താണെങ്കിലും കാര്യമായിട്ടുള്ള റൂൾ സ്റ്റേറ്റ് ഈ പറയുന്ന ഇതില്ല. അത് കുറച്ചും കൂടെ ആക്യുറസികൾ ഉണ്ടായി, കുറച്ചും കൂടെ സെൻസിറ്റീവ് ആണ്, കൃത്യമായിട്ടുള്ള മെഷർമെന്റ് കൂടുതലും വന്നു. അതിനുശേഷം നമുക്ക് സ്റ്റാറ്റിക് മീറ്റർ പറഞ്ഞ് കൂടുതൽ ടെക്നോളജി ഇന്റഗ്രേറ്റ് ചെയ്യപ്പെട്ടു. അതിനകത്ത് വോൾട്ടേജും കറണ്ടും മാത്രമല്ല, അത് ടൈം ബേസ്ഡ് കൂടെ ആകാൻ തുടങ്ങി. അതിനകത്ത് വരുന്ന ടൈം സിങ്ക്രണൈസേഷനും ടൈം ക്ലോക്കും എല്ലാം അതിനകത്ത് വന്നു. അപ്പം അതിനെ സംബന്ധിച്ച് അങ്ങനെ വന്നു. അതിനുശേഷം നമുക്കറിയാം, പ്രീപെയ്ഡ് മീറ്റർ ആണ്. ഇന്ത്യയിൽ പക്ഷെ കാര്യമായിട്ട് ഇത് പ്രചാരത്തിലായില്ല. പക്ഷെ ആഫ്രിക്കയിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ, ആഫ്രിക്കയിൽ, ലാറ്റിൻ അമേരിക്ക പോലുള്ള എല്ലാ രാജ്യങ്ങളിലും ഇത് വളരെ 10-15 വർഷം മുമ്പേ പ്രചാരത്തിലാണ്. പക്ഷെ ഇന്ത്യയിലെ നമ്മുടെ യൂട്ടിലിറ്റികളുടെയും ഗവൺമെന്റിന്റെയും ഒക്കെ അതിനെക്കുറിച്ച് വലിയ ഫോക്കസ് ഇല്ലായിട്ടാണ് എന്തോ പ്രീപെയ്ഡ് മീറ്ററുകൾ ഇവിടെ കാര്യമായിട്ട് ഇതായിട്ടില്ല. അതിനുശേഷമാണ് നമുക്ക് ഇപ്പോഴും കൂടുതൽ ടെക്നോളജിയിലൂടെ കൂടുതൽ സ്റ്റാറ്റിക് മീറ്ററുകൾ വന്നു. അതിനകത്ത് കൂടുതൽ ഡേറ്റാസ്, കൂടുതൽ ടൈം ബേസ്ഡ് ഡേറ്റാസ്, ഒത്തിരി പാരാമീറ്ററുകൾ, ഇപ്പോഴത്തെ മീറ്ററുകൾ ഏകദേശം ഇതാണെന്ന് പറയാം. അതിന് ഏകദേശം ഒരു 100-ലധികം പാരാമീറ്ററുകൾ, ഇലക്ട്രിക്കൽ പാരാമീറ്ററുകളുണ്ട്. കൂടുതൽ അതിന് പണ്ടത്തെ ഒരു സിംഗിൾ പാരാമീറ്റർ, KWH എന്നുള്ള യൂണിറ്റ് എന്നുള്ള ഒരു പാരാമീറ്ററിൽ നിന്ന് ഇപ്പൊ ഇലക്ട്രിസിറ്റി അളക്കാനായിട്ട് 100 കണക്കിന് പാരാമീറ്ററുകൾ ഇപ്പോൾ ഉണ്ട്. അപ്പൊ അതിനെ കൂടുതൽ അറിയാനും, ഇലക്ട്രിസിറ്റിയെ കൂടുതൽ മനസ്സിലാക്കാനും, കൂടുതൽ കൃത്യമായിട്ട് മെഷർ ചെയ്യാനും എല്ലാം ഇതിന്റെ ഉപയോഗം കൂടുന്നതനുസരിച്ച്, സാങ്കേതികത കൂടുന്നതനുസരിച്ച് അത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനുശേഷമാണ് നമ്മളിപ്പോൾ ഒരു സ്മാർട്ട് മീറ്റർ എന്നുള്ള ഇതിലേക്ക് വരുന്നത്. അതായത് ഇതെന്ന് പറഞ്ഞാൽ ഒരു സാങ്കേതികതയുടെ ഒരു ഇൻഫ്യൂഷനാണ്. ശരിക്കും പറഞ്ഞാൽ കാലാനുസൃതമായ സാങ്കേതികതയുടെ നമുക്ക് ആ ഒരു സാങ്കേതിക ഇൻഫ്യൂഷനിലേക്കാണ് വരുന്നത്. ഇപ്പൊ അത് ഒരു 2-വേ കമ്മ്യൂണിക്കേഷൻ. നമ്മൾക്ക് നേരത്തെ നാളും നമ്മളത് ഡേറ്റ ഉണ്ടാക്കി മെഷർ ചെയ്ത് അവിടെ തന്നെ സൂക്ഷിച്ചിരുന്നെങ്കിൽ ഇത് അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് ഇരിക്കുന്ന സ്ഥലത്തേക്ക്, കൺട്രോൾ സെന്ററുകളിലേക്കും യൂട്ടിലിറ്റിയിലേക്ക് തിരിച്ചും, അതുപോലെ തന്നെ നമ്മുടെ ഉപഭോക്താവിലേക്കും, അതായത് ഒന്നുകിൽ അവരുടെ സ്മാർട്ട് ഫോൺ വഴിയോ അല്ലെങ്കിൽ നമ്മളുടെ ഈ മറ്റുള്ള വൈഫൈ വഴിയോ ഒക്കെ ഉപഭോക്താവിലേക്ക് വന്ന് ഡേറ്റ റിയൽ ടൈമിൽ കിട്ടുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം നമ്മളറിയാം, ഇങ്ങനെ ഒരു വാട്ട് അവർ മാത്രം അടക്കുന്ന യൂണിറ്റ് മാത്രം ഇലക്ട്രോ മെക്കാനിക്കൽ മീറ്ററിൽ നിന്നും വോൾട്ടേജ്, കറണ്ട്, ഫ്രീക്വൻസി തുടങ്ങിയ വൈദ്യുതി പാരാമീറ്റർ കിടക്കുന്ന ഇലക്ട്രോണിക് മീറ്ററിലേക്കും പവർ ഫാക്ടർ, റിയാക്ടീവ് എനർജി തുടങ്ങിയ പാരാമീറ്ററിലേക്കും സോണധിഷ്ഠിതമായും സമയാധിഷ്ഠിതമായും വലിയ പാരാമീറ്ററുകൾ ശേഖരിക്കുന്ന ഡിജിറ്റൽ മീറ്ററുകൾക്കുള്ള കാലാനുസൃത വളർച്ച കഴിഞ്ഞ 3 ദശാബ്ദത്തിൽ സംഭവിച്ചതാണ്. ഇവിടെ നമുക്കറിയാലോ, ഫെരാരി മീറ്റർ നമ്മളുടെ നോർമലായിട്ട് എഡി കറണ്ട് വർക്ക് ചെയ്യുന്ന മീറ്ററുകൾ, ഫെരാരി മീറ്റർ, നമ്മുടെ ഡിസ്ക് മീറ്റർ, പഴയ മീറ്ററുകൾ, ഇതിലാണ് നമ്മുടെ മീറ്ററിംഗ് ശരിക്കും പറഞ്ഞാൽ തുടങ്ങുന്നത്. അതിനുശേഷം നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ചിങ് ഫേസ് ഓഫ് മീറ്ററിംഗ്, നമുക്ക് ഇലക്ട്രോ മെക്കാനിക്കൽ മീറ്റർ ആദ്യമേ, അതിനുശേഷം ഇലക്ട്രോണിക് മീറ്ററുകൾ, അതിനുശേഷം ഡിജിറ്റൽ മീറ്ററുകൾ, അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ പ്രീപെയ്ഡ് മീറ്ററുകൾ, പിന്നെ ഇപ്പം നമ്മൾ കാണുന്ന സോളിഡ് സ്റ്റേറ്റ് മീറ്ററുകൾ, അതിനുശേഷമാണ് ഈ പറയുന്ന നമ്മുടെ സ്മാർട്ട് മീറ്ററുകൾ വരുന്നത്. സ്മാർട്ട് മീറ്ററുകൾ വിത്ത് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ബോത്ത് സൈഡ്സ്, അതായത് 2-വേ കമ്മ്യൂണിക്കേഷനുള്ള സ്മാർട്ട് മീറ്ററുകൾ വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഇവല്യൂഷൻ ഓഫ് ടെക്നോളജിയെ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ ഈ KWH മാത്രം അടക്കുന്ന ഇലക്ട്രോ മെക്കാനിക്കൽ മീറ്ററിൽ നിന്നും വോൾട്ടേജ്, കറണ്ട്, ഫ്രീക്വൻസി തുടങ്ങിയ കൂടുതൽ പാരാമീറ്റർ നടക്കുന്ന ഇലക്ട്രോണിക് മീറ്ററിലേക്കും പവർ ഫാക്ടർ, റിയാക്ടീവ് എനർജി തുടങ്ങിയ പാരാമീറ്ററുകളും സോൺ അധിഷ്ഠിതമായും സമയാധിഷ്ഠിതമായും വലിയ പാരാമീറ്ററുകൾ ശേഖരിക്കുന്ന ഡിജിറ്റൽ മീറ്ററിലേക്കുള്ള കാലാനുസൃതമായ വളർച്ച 3 ദശാബ്ദത്തിനുള്ളിൽ സംഭവിച്ചതാണ്. ഇവിടെയെല്ലാം ഉപഭോക്താവിന്റെ ഇൻസ്റ്റലേഷൻ സ്ഥാപിക്കുന്ന മീറ്ററുകൾ വൈദ്യുതിയുടെ വിവിധ പാരാമീറ്ററുകൾ ശേഖരിച്ച് സൂക്ഷിക്കുകയും പ്രസ്തുത മീറ്ററിൽ നിന്നും അവയെ മുൻ നിശ്ചയിച്ച സമയത്ത് ആവശ്യാനുസരണം ശേഖരിച്ച് യൂട്ടിലിറ്റി ബില്ലിങ്ങിനും മറ്റു കാര്യങ്ങൾക്കും പഠനത്തിനൊക്കെ ഉപയോഗിക്കുന്നു. സാധാരണയായി യൂട്ടിലിറ്റിയുടെ ഉദ്യോഗസ്ഥൻ ഉപഭോക്താവിന്റെ ഇൻസ്റ്റലേഷൻ സ്ഥാപിച്ചിട്ടുള്ള മീറ്റർ മുൻ നിശ്ചയിച്ച ആവൃത്തിയിൽ സന്ദർശിച്ച് വേണം വേണ്ട വിവരങ്ങൾ ശേഖരിക്കാൻ. അപൂർവമായിട്ട്
വിദൂര നിയന്ത്രണ സാങ്കേതികവിദ്യ, നമ്മുടെ AMR. ആ AMR ഇപ്പം ശരിക്കും പറഞ്ഞാൽ ST മീറ്ററുകൾക്കൊക്കെ പലയിടത്തും കേരളത്തിൽ ഇല്ല, പക്ഷെ പല യൂട്ടിലിറ്റികളും ഉപയോഗിക്കുന്നുണ്ട്. അപ് ടു ST മീറ്ററിംഗ് വരെ AMR ഓട്ടോമാറ്റിക് മീറ്റർ റീഡിംഗ് ഉപയോഗിക്കാറുണ്ട്. അപ്പം അതിനുശേഷമാണ് നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ ഒരു നമ്മളല്ല കഴിഞ്ഞ ഏതാനും കൊല്ലങ്ങളിലായിട്ട് നമുക്ക് ഫണ്ടമെന്റൽ തിയറി മാറിയില്ലെങ്കിലും അതിന്റെ കൺട്രോൾസ്, അതായത് അതിന്റെ ഈ പറയുന്ന വിവിധ ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വഴി അതിന്റെ കൺട്രോൾ സിസ്റ്റംസ് ഭയങ്കരമായിട്ട് മാറി. അത് എല്ലാ വിധത്തിലുള്ള കൺട്രോൾ സിസ്റ്റം അങ്ങനെ മാറിയപ്പോൾ അതിന്റെ മെഷർമെന്റിന്റെ കൂടുതൽ ആക്യുറസി വന്നു. ഇലക്ട്രിസിറ്റിനെ ഒരു സർവീസ് ഇൻഡസ്ട്രി എന്നുള്ള മാറിയിട്ട് അതൊരു മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഗുഡ്സ് ഇൻഡസ്ട്രി ആയിട്ട് മാറി. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് 2002 സുപ്രീം കോടതി വിധിയോടെ അവർ ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെട്ടു. ഒരു ഭരണഘടനാ ബെഞ്ചിന്റെ തീരുമാനത്തോടെ ഇലക്ട്രിസിറ്റി ആക്ട് വന്നപ്പോൾ അത് പൂർണ്ണമായിട്ട് ഗുഡ്സ് ആയി. അപ്പൊ അതിനുശേഷം ഈ ഗുഡ്സിൽ നിന്നും ഉള്ള ഇത് നമുക്ക് ഇപ്പോഴത്തെ രീതിയിൽ പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി, അതിനാണ് ഈ കണ്ടന്റ് ആൻഡ് കാരിയർ എന്ന് പറഞ്ഞാൽ രണ്ട് സെപ്പറേഷൻ വന്നത്. കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിസിറ്റിയെ കണ്ടന്റ് ആയിട്ടും അത് കൊണ്ടു നടക്കുന്ന വയർ ബിസിനസിനെ, അതായത് നമുക്ക് ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിനെ കാരിയർ ആയിട്ടുമായിട്ട് ഇപ്പം കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ കാരിയർ എന്ന് പറയുന്ന ഒരു സർവീസ് ആയിട്ടും കണ്ടന്റ് എന്ന് പറയുന്ന ഒരു ഗുഡ്സ് ആയിട്ടും അതുമായിട്ട് കണ്ടന്റ് ആ രീതിയിലാണ് ഇപ്പോഴത്തെ ഇത് വരുന്നത്. അപ്പം ഈ കണ്ടന്റിനെ കൃത്യമായിട്ട് മെഷർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ കണ്ടന്റ് ഗുഡ്സ് കൈകാര്യം ചെയ്യുമ്പോൾ അതിനാവശ്യമായിട്ട് ഒരു പ്രധാനമായിട്ടുള്ള വിപണിയുടെ ഇതിലേക്ക് വന്നു, ഗുഡ്സ് വിപണിയിലേക്ക് വന്നു. അപ്പൊ വിപണിയിലെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സപ്ലൈ എന്ന് പറയുന്ന ഒരു വിപണിയുടെ ഒരു പ്രധാന കാര്യങ്ങൾ അവിടെ വന്നു കഴിഞ്ഞു. അപ്പം ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്ന ഒരു കാര്യം വരുമ്പോൾ അതിനകത്തറിയാം അതിന്റെ വില ഡിമാൻഡും സപ്ലൈയും ഡിപ്പെൻഡ്. വിപണി വില എന്ന് പറയുന്ന ഡിമാൻഡും സപ്ലൈ അനുസരിച്ചിരിക്കും. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വൈദ്യുതിയുടെ വില എന്ന് പറയുന്നത് അതിന്റെ ആവശ്യകത അനുസരിച്ച്, നമുക്കറിയാലോ ഇത് വൈദ്യുതിയുടെ ആവശ്യകതയാ ഒരു ദിവസത്തിൽ തന്നെ പല സമയത്ത് പലതാണ് നമ്മൾക്ക്. അതുപോലെ തന്നെ ഓരോ ആഴ്ചയിൽ തന്നെ ഹോളിഡേയിലുള്ള ഉപയോഗം ആയിരിക്കത്തില്ല വർക്കിംഗ് ഡേയില്. അപ്പം ഹോളിഡേ അനുസരിച്ച് വ്യത്യാസപ്പെടും, സീസൺ അനുസരിച്ച്. അതുപോലെ സീസൺ, സമ്മർ സീസൺ, വിന്റർ സീസൺ, നിങ്ങളിപ്പം നമുക്കറിയാലോ സമർ താരിഫ് ഒക്കെ വരുന്നത്. അപ്പൊ ഈ പറയുന്ന സീസൺ അനുസരിച്ച് ഇതിന്റെ വ്യത്യാസം വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ വിപണിയുടെ ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള വ്യത്യാസം വരും. ഇതിനെ ഒപ്റ്റിമൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിനെ, അസറ്റിനെ, അല്ലെങ്കിൽ നമ്മുടെ ജനറേഷൻ കപ്പാസിറ്റിയെ, ശൃംഖലയുടെ കപ്പാസിറ്റി, ഇതൊക്കെ ഒപ്റ്റിമൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗവും അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അത് ഉപഭോഗം അതനുസരിച്ച് ക്രമീകരിക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ക്രമീകരിക്കാനായിട്ടുള്ള, അപ്പം നമ്മളുടെ ഉപഭോക്താവിന്റെ ഉപഭോഗത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട്, അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് അതിന്റെ എന്നാൽ ഉപഭോഗത്തിന്റെ ആവശ്യകത കുറയ്ക്കുക എന്നുള്ളതല്ല ഉദ്ദേശം. ഫോർ എക്സാമ്പിൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് കുറഞ്ഞ സമയത്തേക്ക് അവർ മാറ്റി ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ സമയം, അതായത് ഇതിന്റെ ഏറ്റവും അധികം കപ്പാസിറ്റി, അതായത് ജനറേഷൻ കപ്പാസിറ്റി 4 മണിക്കൂർ ഉപയോഗിക്കുന്നതിന് പകരം 12 മണിക്കൂറോ 18 മണിക്കൂറോ കൂടുതൽ കപ്പാസിറ്റി ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ആവശ്യകത കുറയ്ക്കാനും കൂടുതൽ കപ്പാസിറ്റി അഡീഷൻ കുറയ്ക്കാനും ശൃംഖലയുടെ കപ്പാസിറ്റിയും ഒപ്റ്റിമലായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും പറ്റുന്ന ഒരു മെക്കാനിസം കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് നടക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു സംവിധാനമായിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന AMI സ്മാർട്ട് മീറ്ററിന്റെ ഉദ്ദേശം. കാരണം വെച്ചാൽ നമ്മൾ ഇപ്പോഴത്തെ അതാണ് ഇതിനകത്തെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള റിക്വയർമെന്റുകൾ. അപ്പൊ ആ റിക്വയർമെന്റിന്റെ ബേസിസിലാണ് നമ്മൾ സ്മാർട്ട് മീറ്ററിന്റെ ഒരു ഫണ്ടമെന്റൽ ഉദ്ദേശം. അതൊരു ടെക്നോളജിക്കൽ ഇൻവോൾവ്മെന്റ് ആണ്, ബിസിനസ് ഡെവലപ്മെന്റ് ആണ്. ഇതിന്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വേണം നമ്മൾ സ്മാർട്ട് മീറ്ററിനെ കണക്കാക്കാനായിട്ട്. അപ്പൊ നമുക്കറിയാം എന്താണ് സ്മാർട്ട് മീറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്മാർട്ട് മീറ്ററിനെ പറ്റി പറയുമ്പോൾ എങ്ങനെയാ പറയുന്നത്, മുൻകൂട്ടി നിശ്ചയിച്ച ഇടവേളകളിൽ വൈദ്യുതോർജ്ജത്തിന്റെ ഉപഭോഗം അളക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനും ബില്ലിംഗ് ആവശ്യങ്ങൾക്കും മറ്റു നിയന്ത്രണ ആവശ്യങ്ങൾക്കുമായി യൂട്ടിലിറ്റിയിലേക്ക് ആ വിവരങ്ങൾ തിരികെ അയക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ഉപകരണമാണിത്. വൈദ്യുതിയുടെ കാര്യക്ഷമമായ ഉപയോഗത്തിനും കൈമാറ്റത്തിനും അത് സംബന്ധിച്ച പഠനങ്ങൾക്കും കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സോളിഡ് സ്റ്റേറ്റ് പ്രോഗ്രാമബിൾ ഉപകരണങ്ങളാണ് സ്മാർട്ട് മീറ്ററുകൾ. ഇത് ഡിമാൻഡ് പ്രതികരണത്തെ, അതാണ് നമ്മൾ ഡിമാൻഡ് റെസ്പോൺസ് എന്ന് പറയും, ഡിമാൻഡ് റെസ്പോൺസിനെ ശക്തിപ്പെടുത്തുന്നതിനും അതുവഴി കാർബൺ എമിഷൻ കുറയ്ക്കാനും, നമുക്കറിയാം നമ്മൾ CO2 എമിഷൻ, കാർബൺ എമിഷൻ അത് കുറയ്ക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഇതിനെ ഈ സ്മാർട്ട് മീറ്ററിനെ ഒരു ഗ്രീൻ എനർജി മീറ്റർ ആണ് എന്നും പറയാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു സ്മാർട്ട് മീറ്ററിന് ബൈഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ ശേഷിയുണ്ട്. അതായത് ഇപ്പം പറഞ്ഞ പോലെ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒപ്പം ഉപയോഗ സമയ രജിസ്ട്രേഷനുകൾ, ഇന്റേണൽ കണക്ട് ഡിസ്കണക്ട് സ്വിച്ചുകൾ എന്നിവയുടെ ഒരു AC സ്റ്റാറ്റിക് എനർജി മീറ്റർ ആണിത്. ഇത് ഫോർവേഡ് അല്ലെങ്കിൽ മുന്നോട്ടും വിപരീത ദിശയിലും ഇറക്കുമതി അല്ലെങ്കിൽ കയറ്റുമതി വൈദ്യുതിയുടെ ഒഴുക്ക് അളക്കുന്നു. ബന്ധപ്പെട്ട വിവരങ്ങൾ അതിന്റെ മെമ്മറിയിൽ ശേഖരിച്ച് സംഭരിക്കുകയും മറ്റ് പരാമാറ്റുകൾക്കൊപ്പം ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നു. ഡേറ്റ ഇവന്റ് റെക്കോർഡുകളുടെ ശേഖരണത്തിനും ഒന്നിലധികം ഇവന്റ് റെക്കോർഡുകളുടെ പ്രോഗ്രാമിംഗ് ശേഷിക്കും സ്മാർട്ട് മീറ്ററുകളെ വിദൂരമായി ആക്സസ് ചെയ്യാനും നിയന്ത്രിക്കാനും പറ്റും. അപ്പൊ ഇതാണ് ഇത് നോക്കിയാൽ കാണാം നിങ്ങൾക്ക് ഒരു സ്മാർട്ട് മീറ്ററിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. അതിനകത്ത് ഡിഫറെന്റ് ഫങ്ഷൻസ് അല്ലെങ്കിൽ സവിശേഷതകളാണ്. ഒന്ന്
മെഷർമെന്റ് ഓഫ് ഇലക്ട്രിക് പാരാമീറ്റർ. അത് കഴിഞ്ഞാൽ അതിനകത്ത് ബൈഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, രണ്ട് വിധത്തിലേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അതിനെ. അതായത് യൂട്ടിലിറ്റിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, തിരിച്ച് യൂട്ടിലിറ്റിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അത് ആ രണ്ട് വിധത്തിലും അതിനെ കമ്മ്യൂണിക്കേഷൻ പറ്റും അതിന്. അപ്പൊ പിന്നെ അതിനകത്തുള്ളത് ഡിസ്കണക്ഷൻ, കണക്ഷൻ ഡിസ്കണക്ഷൻ സ്വിച്ച് ഉണ്ടാവും അതിനകത്ത്. പിന്നെ ടാമ്പർ ഇവന്റ് ഡിറ്റക്ഷൻ ആൻഡ് റെക്കോർഡിംഗ് ഉണ്ടാവും. പിന്നെ റിമോട്ട് ഫേംവെയർ അപ്വേർഡ്. ഇതിന്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് ആണ് നമുക്കറിയാം. ഇപ്പം ഈ POD ബില്ലിംഗ് ഒക്കെ വരുമ്പോ സമയത്ത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറ്റുന്ന സമയത്ത്, അതുപോലെ തന്നെ അതിന്റെ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡേഷൻ വരുന്ന സമയത്ത് ഇതൊന്നും ഓരോന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അതെല്ലാം സെർവറിൽ നിന്ന് ഒറ്റയടിക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതായത് തന്നെ നെറ്റ് മീറ്ററിംഗും പറ്റുന്നത്. ഇത്രയും ഈ സവിശേഷത ഉള്ള ഫീച്ചേഴ്സ് ഉള്ള ഒരു എക്യുപ്മെന്റ് ആണ് സ്മാർട്ട് മീറ്റർ. അപ്പൊ ഇതാണ് അതിന്റെ ബ്ലോക്ക് ഡയഗ്രം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് ഡയഗ്രത്തിൽ നോക്കിയാൽ നമുക്ക് പറയാം, ഫോർ എക്സാമ്പിള് ഇതിനകത്ത് മീറ്ററിംഗ് എന്ന് പറയുന്നത്, ഞാൻ ഈ പറയുന്ന ഒരു ലേസറിന്റെ ഇത് ഓടിക്കുന്നത്, ഇതാണ് മീറ്ററിംഗ് അപ്പൊ നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു അതാണ് മീറ്ററിംഗ്. മീറ്ററിംഗ് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ലോഡ് സ്വിച്ച് ഉണ്ട് അതിനകത്ത്, ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ലോഡ് സ്വിച്ച് ഇതിനകത്ത് ഇതുണ്ട്. പിന്നെ പിന്നെ അടുത്തത് അതിന്റെ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോളാണ്, ഡേറ്റ എക്സ്ചേഞ്ച് പ്രോട്ടോകോൾ. അതിനകത്ത് തന്നെ നമുക്ക് രണ്ടുണ്ട്. അതിനകത്ത് അത് നേരിട്ട് ചെയ്യാൻ ഒരു ഒപ്റ്റിക്കൽ പോർട്ട് ഉണ്ട്, അത് ലോക്കലി ചെയ്യാനായിട്ട്. ആ സൈറ്റിൽ ചെന്ന് ചെയ്തിട്ട് വേണം എന്തെങ്കിലും വെരിഫൈ ചെയ്യാനോ അതെങ്കിലും ഡേറ്റ എടുക്കാനോ ഒരു ഒപ്റ്റിക്കൽ പോർട്ട് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഈ IHD ഇൻഹൗസ് ഡിസ്പ്ലേ, ഇൻഹോം ഡിസ്പ്ലേ എന്ന് പറയുന്നത്, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൺസ്യൂമറുമായിട്ടുള്ള ഇന്റർഫേസിങ്ങിന് ഇതിനകത്തുള്ള വേണ്ടിയിട്ടാണ്. കൺസ്യൂമർക്ക് എന്തെല്ലാം ഡേറ്റ കൊടുക്കണം അതിനാണ് IHD. അതൊരു കോസ്റ്റ്ലി ആയതുകൊണ്ട് ഇന്ത്യൻ സിറ്റുവേഷനിൽ അത് ഓപ്ഷണലാക്കി വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക്, നമ്മുടെ വെബിൽ നിന്ന് സ്മാർട്ട് ഫോണിലേക്ക് ഒരു ആപ്പ് വഴിയാണ് ശരിക്കും കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്നത് ഇന്ത്യയിൽ. മറ്റു പല ഡെവലപ്പ് കൺട്രീസിൽ നമ്മൾ IHD കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ മോഡ്യൂളാണ്, അത് നേരിട്ട് സെർവറിലേക്ക് പോകും, ഔട്ട്ലെറ്റ് കമ്മ്യൂണിക്കേഷൻ. ഇതാണ് ഇതിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രം. ഈ ബ്ലോക്ക് ഡയഗ്രമാണ് ഇതിനകത്ത്. നമ്മൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഓവർ ഓഫ് ദി സ്മാർട്ട് മീറ്റർ. ഇതൊരു സാധാരണ സ്മാർട്ട് മീറ്റർ, ഇപ്പം കാണുന്ന സ്മാർട്ട് മീറ്റർ. അത് ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും ഇത് ക്ലോസ്ഡ് ആയിട്ട് തന്നെ വെച്ച് കഴിഞ്ഞാൽ പോലും നമുക്കറിയാലോ, നമുക്ക് പണ്ടത്തെ പോലെ റീഡിംഗ് ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിപ്പം ഒരു ബോക്സിനകത്ത് വെച്ച് കഴിഞ്ഞാൽ പോലും കാര്യങ്ങൾ നടക്കും. കാരണം വെച്ചാൽ അത് കമ്മ്യൂണിക്കേഷൻ എല്ലാം നേരിട്ട് കൺസ്യൂമർ കാട്ടും. ഇത് ഈ പറയുന്ന സാധനമാണ് ഇൻഹോം ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ബ്രിട്ടനിലൊക്കെ അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രി പലയിടത്തും യൂറോപ്യൻ കൺട്രികളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇത്. ഇതിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതാണ് ഇൻഹോം ഡിസ്പ്ലേ. ഇത് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ സ്മാർട്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ എല്ലാ വിധത്തിലുള്ള സ്മാർട്ട് മീറ്റർ, അതായത് ഇലക്ട്രിസിറ്റി മാത്രമല്ല, ഗ്യാസ്, വാട്ടർ, ഇതെല്ലാം സ്മാർട്ടാണ്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഗ്യാസും ഉണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്. അപ്പം വീട്ടിലാണെങ്കിൽ ഉപയോഗിക്കുന്ന ഫ്യൂവല് എത്രമാത്രം വിലയുണ്ടെന്നും അതിന്റെ അവർക്ക് പ്രീപെയ്ഡ് ബാലൻസ് എത്രയുണ്ടെന്നും ഇതൊക്കെ അവർക്ക് അറിഞ്ഞുകൊണ്ട്, റിയൽ ടൈമിൽ അറിഞ്ഞുകൊണ്ട് അവർക്ക് ആ ഇന്ധനം ഉപയോഗിക്കാൻ പറ്റും. കുക്കിങ്ങിന് വേണ്ടിയിട്ട്, വീട്ടിലെ ഉപയോഗത്തിന് വേണ്ടിയിട്ട്, ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഹോം ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇതിനകത്ത് തന്നെ നോക്കി കഴിഞ്ഞാൽ കാണാം, അതിനകത്ത് ഗ്യാസിന് ഒരു ഫീച്ചർ ഉണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്. അപ്പം പലയിടത്തും ഇതൊക്കെ ഒരു കോമൺ ഫീച്ചർ ആയിട്ട് വരുന്നുണ്ട്. ഇതൊരു സ്മാർട്ട് മീറ്ററും, സ്മാർട്ട് മീറ്റർ പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി സ്മാർട്ട് മീറ്റർ മാത്രമല്ല, ഗ്യാസും വാട്ടറും എല്ലാം ഇലക്ട്രിസിറ്റി സ്മാർട്ട് മീറ്ററിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഫ്യൂച്ചറിലുണ്ട്. അപ്പം സാധാരണ മീറ്ററിൽ നിന്ന് ഒരു സ്മാർട്ട് മീറ്ററിനെ വ്യത്യസ്തമാക്കുന്നത് 3 പ്രധാന സവിശേഷതകളാണ് അല്ലെങ്കിൽ ഫംഗ്ഷനുകളാണ്. അവ ഇൻബിൽറ്റ് അല്ലെങ്കിൽ കണക്റ്റഡ് കമ്മ്യൂണിക്കേഷൻ മോഡിലൂടെ മീറ്ററിംഗ് ഡേറ്റയുടെ യാന്ത്രികമായ അപ്ലോഡ് അനുവദിക്കാം. നമുക്കൊരു പർട്ടിക്കുലർ ഇതിനകത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ട് പോകും. നമ്മൾ അത് ഫീച്ചർ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഓരോ 15 മിനിറ്റിലെ ഡേറ്റ എല്ലാം കളക്ട് ചെയ്തിട്ട് എപ്പോൾ അപ്ലോഡ് ചെയ്യണം, വൺസ് ഇൻ എ ഡേ ട്വൈസ് ഇൻ എ ഡേ. ഇതൊക്കെ അപ്ലോഡ് ഓൾറെഡി വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഒരുമിച്ച് ഒരു സ്പീഡില്ല, അവർക്ക് ഏറ്റവും നമ്മളെ ഒപ്റ്റിമൽ ആയിട്ട് അതിനെ അപ്ലോഡ് ചെയ്യാൻ പറ്റും ഡേറ്റകളെ. അതുപോലെ തന്നെ നിർണായക ഡേറ്റകൾ തത്സമയം നിരീക്ഷിക്കാനും ഒന്നിലധികം മീറ്ററിംഗ് മോഡുകളിലേക്ക് പൊരുത്തപ്പെടലും. നമുക്കറിയാമോ, നിർണായക ഡേറ്റകളെ ഒരുമിച്ച് നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് കൺട്രോൾ സെന്ററിൽ നിന്ന് മീറ്ററിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ മീറ്ററിന്റെ മോഡുകൾ എന്നറിയാം. മോഡ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് മോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് പ്രീപെയ്ഡ് മോഡുണ്ട്, പോസ്റ്റ് പെയ്ഡ് മോഡുണ്ട്, നെറ്റ് മീറ്റർ മോഡുണ്ട്. ഈ 3 മീറ്റർ ഇത് തന്നെ ഉപയോഗിക്കാം, ഡിഫറെന്റ് മോഡലിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഡിമാൻഡ് സൈഡ് മാനേജ്മെന്റ്, നേരത്തെ പറഞ്ഞു ഡിമാൻഡ് സൈഡ് മാനേജ്മെന്റ് പറഞ്ഞതായ റിമോട്ട് കണക്ഷൻ ഉറപ്പാക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ കണക്ട് ചെയ്ത ലോഡ് നിയന്ത്രിക്കാനും വിച്ഛേദിക്കുവാനുള്ള കഴിവ്, അതും ഇതിന്റെ ഒരു ഫീച്ചറാണ്. അതായത് നമുക്കറിയാം, റിമോട്ടായിട്ട് ഡിസ്കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ലോഡ് ലിമിറ്റർ വെച്ചിട്ട് ലോഡിനെ ലിമിറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം എന്തുകൊണ്ടാണ് സ്മാർട്ട് മീറ്റർ ഒരു ഇന്റലിജന്റ് മീറ്റർ പറയുന്നത്? ഇതിന് ഇന്റലിജന്റ് മീറ്റർ എന്ന് പറയാം. കാരണം വെച്ചാൽ സമയബന്ധിതമായി ഉപയോഗിക്കാവുന്ന രജിസ്റ്ററുകൾ, ഇന്റേണൽ കണക്ഷൻ, ഡിസ്കണക്ഷൻ സ്വിച്ച്, ടു വേ കമ്മ്യൂണിക്കേഷൻ ശേഷി എന്നിവയുള്ള ഒരു സ്റ്റാറ്റിക് എനർജി മീറ്റർ ആണ് സ്മാർട്ട് മീറ്റർ. പരമ്പരാഗത മീറ്ററിൽ നിന്നും സ്മാർട്ട് മീറ്ററുകളിലേക്കുള്ള പരിമാണം ടു വേ കമ്മ്യൂണിക്കേഷൻ, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സാങ്കേതികവിദ്യ നൽകുകയും അതുവഴി ഊർജ്ജ ഉപഭോഗം, വനവിജനക വിവരങ്ങൾ, താരിഫ് വർഗീകരണം, താരിഫ് നിരക്കുകൾ മാറൽ എന്നിവയിലേക്കുള്ള പ്രവേശനം സുഗമമാക്കുകയും ചെയ്യും. ഇതൊക്കെ പ്രധാനമായിട്ട് നമുക്ക് താരിഫ് മാറുക, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നടക്കും. നമുക്കതിന് വലിയൊരു സൈറ്റ് വെരിഫിക്കേഷനോ സൈറ്റ് ഇൻസ്പെക്ഷനോ ഒന്നും വേണ്ടി വരില്ല. അതൊക്കെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഓഫീസിൽ നിന്ന് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് ഈ മീറ്റർ സ്മാർട്ട് ആവുന്നത്?
ഒന്ന് ടൂ വേ ആശയവിനിമയ സൗകര്യം, പിന്നെ വിദൂര നിയന്ത്രണത്തിലുള്ള കണക്ഷൻ വിച്ഛേദിക്കൽ റീകണക്ഷൻ സ്വിച്ചിങ് സൗകര്യം, മീറ്റർ ടാമ്പർ ഇവന്റിനുള്ള റെക്കോർഡിംഗും റിപ്പോർട്ടിങ്ങും, പിന്നെ ഇതിന്റെ IS 1644 ഭാഗം 1 പ്രകാരമുള്ള പവർ ഇവന്റ് അലാറമാണ്. നമുക്കറിയാം ഇതിന്റെ ഇതിനകത്ത് പവർ വന്നാല് പവർ പോയാല് ഇതെല്ലാം ഒരു ഇവന്റ് ആയിട്ട് അലാം വരും. അതായത് നമ്മുടെ വീട്ടിൽ ഒരു സപ്ലൈ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒന്നും അറിയണ്ട, ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ ആ കൺട്രോൾ സെന്റർ അറിയും. ഒരു 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 ട്രാൻസ്ഫോമർ ഫെയിൽ ആയി കഴിഞ്ഞാൽ അവർക്കറിയാം. ഈ എല്ലാ മീറ്ററുകളിലെയും ഈ പവർ ഇവന്റുകൾ അലാമിൽ കൂടെ അറിയുന്നതുകൊണ്ട് പ്രയോജനം എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഒരു ഫാൾട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അത് എവിടെ ഉണ്ടായി, എങ്ങനെ ഉണ്ടായി, എത്രമാത്രം ആൾക്കാരെ എഫക്ട് ചെയ്തു, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പൊ ഫാൾട്ട് ലൊക്കേഷനും ഫാൾട്ട് ഇതിനു വേണ്ടി നാടുകൂടി കളഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയാൻ പറ്റും. ഏതെവിടെയാണെന്നൊക്കെ, ഏത് ലൈനാണ്, ഏത് ട്രാൻസ്ഫോമർ ആണ്, ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അത് വളരെ വളരെ പല രീതിയിലും അത് നമ്മുടെ പ്രവർത്തനത്തിൽ പ്രയോജനപ്പെടും. പിന്നെ മീറ്ററിലെ സുരക്ഷാ സവിശേഷതകളുണ്ട്, അതിനകത്ത് ഒത്തിരി സെക്യൂരിറ്റി ഉണ്ട്. പിന്നെ റിമോട്ട് ഫേംവെയർ അപ്ഗ്രേഡ്, നമുക്കറിയാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് കൺട്രോൾ സെന്ററിൽ തന്നെ അതിനെ നമ്മളൊരു വിൻഡോസിനെ ചെയ്യുന്ന പോലെ, നമ്മുടെ കമ്പ്യൂട്ടർ ചെയ്യുന്ന പോലെ തന്നെ റിമോട്ട് അപ്ഗ്രേഡേഷൻ പറ്റും. പിന്നെ ഉപയോഗ സമയം, അതായത് ടൈം ഓഫ് യൂസ്, ദിവസത്തിന്റെ സമയം, ടൈം ഓഫ് ഡേ പ്രകാരമുള്ള താരിഫ് ഘടനകൾ, ഇതുപോലുള്ള നല്ല പ്രത്യേക താരിഫ് ഘടനകൾ പറ്റും. അതുകൊണ്ട് അതിനുള്ള പുതിയ തരത്തിലുള്ള നവീന രീതിയിലുള്ള താരിഫ് ഘടനകൾ നമുക്ക് ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. നെറ്റ് മീറ്ററിംഗ് സവിശേഷതകളുണ്ട് ഇതിനകത്ത്. പിന്നെ വിവരങ്ങളുടെ ആവശ്യാനുസരണവും തത്സമയമുള്ള വായന, റിയൽ ടൈം റീഡിംഗ് ആസ് പെർ റിക്വയർമെന്റ്, അതെല്ലാം നമുക്ക് ഇതിനകത്ത് പറ്റും. പിന്നെ വിവരങ്ങളുടെ സ്മാർട്ട് മീറ്റർ ഏതാണെന്ന് വെച്ചാൽ നമുക്കറിയാം, നമുക്ക് സിംഗിൾ ഫേസ് ഉണ്ട്, 3 ഫേസ് ഉണ്ട്. ഇതെല്ലാം നെറ്റ് മീറ്ററിംഗ് ഉപയോഗം ഉള്ളതും ഇല്ലാത്തതും. നെറ്റ് മീറ്ററിംഗ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നെറ്റ് മീറ്ററിംഗ് ആയിട്ട് ഉപയോഗിക്കാം, അല്ലാതെ ഉപയോഗിക്കാം ഈ സെയിം സാധനം തന്നെ. അപ്പം സിംഗിൾ ഫേസ്, 3 ഫേസ്, പിന്നെ CT മീറ്റർ. പിന്നെ ഈ പറയുന്നതിനകത്ത് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ സിംഗിൾ ഫേസും 3 ഫേസിനകത്ത് അതിനകത്ത് തന്നെ ഡിസ്കണക്ഷൻ സ്വിച്ച് ഉണ്ട്. പക്ഷേ CT മീറ്റർ നമുക്കറിയാം, CT മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് മീറ്ററിൽ കൂടെ ഡിസ്കണക്ട് ചെയ്ത കാര്യമൊന്നുമില്ല. CTക്ക് വേറെ സംവിധാനം വേണം. അതൊരു പ്രത്യേക CT സ്കാൻ സംവിധാനം കൂടെ ഉള്ളൂ CT മീറ്റർ ഡിസ്കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ആ ഒരു ഇത് അതുകൂടെ ഇതിന് കൂടുതൽ വേണ്ടി വരും. അപ്പം അതാണ്. പിന്നെ നമുക്ക് അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർക്ക് വെക്കുന്ന മീറ്ററുകളുണ്ട്, ഫീഡർക്ക് വരുന്ന മീറ്ററുണ്ട്. ഇതുപോലുള്ള ഡിഫറന്റ് ടൈപ്പ് ഓഫ് മീറ്ററുകളുണ്ട്. അതിന്റെ കപ്പാസിറ്റി അനുസരിച്ചുള്ള വ്യത്യാസമുണ്ട്. പിന്നെ പ്രീപെയ്ഡ് മീറ്ററുകളിലെ മറ്റ് സവിശേഷത ഉപഭോഗം തുടർച്ചയായി രേഖപ്പെടുത്തുകയും മുൻകൂട്ടി നിശ്ചയിച്ച ഇടവേളകളിൽ കറന്റ് സിസ്റ്റത്തെ അറിയിക്കുകയും ചെയ്യുന്നു. നേരിട്ട് ബന്ധിപ്പിച്ച മീറ്ററുകൾ എല്ലാ ദിവസവും അർദ്ധരാത്രിയിൽ രേഖപ്പെടുത്തിയ റീഡിംഗ് സെർവറിലേക്ക് തള്ളുന്നു. ടൂവേ ആശയവിനിമയം സാധ്യമാകുന്നു. ദിവസങ്ങളുടെ നിലവാര നിർണ്ണയം, നിരീക്ഷണം, ബില്ലിംഗ് എന്നിവ ചെയ്യുന്നതിന് യൂട്ടിലിറ്റിയിൽ ദൈനംദിന അടിസ്ഥാനത്തിൽ ശേഖരിച്ച വിവരങ്ങൾ ആശയവിനിമയം ചെയ്യുന്നു. കാര്യക്ഷമമായ ഊർജ്ജ ഉപയോഗത്തിനും ബിൽ തുക കുറയ്ക്കുന്നതിനും സഹായിക്കുന്നതിന് വെബ് അല്ലെങ്കിൽ യൂണിഫോം ഡിസ്പ്ലേ വഴി ഉപഭോക്താവിന് വൈദ്യുതി വിഭാഗം നൽകുന്ന വിവരങ്ങളിലെ ഓൺലൈൻ അപ്ഡേറ്റ് നൽകുന്നു. മുൻകൂർ പണമടക്കൽ സംബന്ധിച്ച പ്രവർത്തനങ്ങൾ നടത്തുകയും അത് ഉപഭോക്താക്കൾക്ക് കൈമാറുകയും ചെയ്യുന്നു. വൈദ്യുത മോഷണങ്ങളും വൈദ്യുത മോഷണ ശ്രമങ്ങളും കണ്ടെത്തുകയും അത് ഉടൻ നമുക്ക് ഹെഡൻ സിസ്റ്റത്തെ സെർവറിലേക്ക് അറിയിക്കുകയും ചെയ്യുന്നു. മറ്റൊരു സവിശേഷതയാണ്. ഇത്രയും കാര്യങ്ങളാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു ആർക്കിടെക്ചർ. നമ്മൾ ഈ IS പ്രകാരമുള്ള IS 16444 ഇതാണ് നമ്മുടെ ഇതിന്റെ IS സ്മാർട്ട് മീറ്ററിന്റെ IS ഇതാണ്. അത് മീറ്ററോളജിയിൽ നേരത്തെ കാണിച്ച ലോഡ് സ്വിച്ച് ഫോർ കൺട്രോൾ, മീറ്ററിംഗ് കൺട്രോൾ, കമ്മ്യൂണിക്കേഷന് ഇതിനെ കാണുന്ന പോലെ തന്നെ, നേരത്തെ കാണിച്ച പോലെ തന്നെ. അതുകൂടാതെ തന്നെ ഈ ഒപ്റ്റിക്കൽ ഫൈബറിന് ഇത് പ്രകാരമായിരിക്കണം. ഇതെല്ലാം ഉണ്ട് ഇതിനകത്ത്. അപ്പം അതിന്റെ കണക്ടിവിറ്റി എന്ന് പറയുന്നത് ശരിക്കും CT വഴി നിയർ ഏരിയ നെറ്റ്വർക്ക് ആണ്. അത് ആ ഒരു കാര്യങ്ങൾ. പിന്നെ അടുത്ത 3 ലെയർ ഓഫ് മീറ്ററിംഗ് ഉണ്ട്. ഇത് നമുക്കതുപോലെ കൺസ്യൂമർ മീറ്ററിംഗ് മാത്രമല്ല ഉള്ളത്, അതിനകത്ത് ട്രാൻസ്ഫോമറിന്റെ മീറ്ററിംഗ് ഉണ്ട്, പിന്നെ ഫീഡർ മീറ്ററിംഗ് ഉണ്ട്. ഈ 3 ലെയർ ഓഫ് മീറ്ററിംഗ് സ്മാർട്ട് മീറ്ററിന്റെ ഭാഗമാണ്. അതെന്താണെന്ന് വെച്ചാൽ അത് എനർജി ഓഡിറ്റ് ചെയ്യാനും റിക്കൺസിൽ ചെയ്യപ്പെടാനും റിയൽ ടൈം റിക്കൺസിലേഷൻ നടന്നുകൊണ്ടിരിക്കും. അതിന്റെ പ്രകാരം ഇപ്പൊ സ്മാർട്ട് മീറ്റർ വഴിയും ഈ പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ വഴിയും ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന് ഫീഡറിലേക്കും. അപ്പൊ ഈ റിക്കൺസിലേഷൻ വഴി എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു തെഫ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ, ടാപ്പിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ, ഇതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ കൂടുതൽ ഒരു അബ്നോർമാലിറ്റി ഒബ്സർവ് ചെയ്യപ്പെടുകയും ആ അബ്നോർമാലിറ്റിക്ക് ഒരു അലാം വരികയും ചെയ്യും. അങ്ങനെയാണ് ഇതിനെ സാധാരണഗതിയിൽ കൺട്രോൾ സെന്ററിൽ അറിയുകയും അതിനുവേണ്ടി കൺട്രോൾ സെന്ററിൽ നിന്ന് അടുത്ത പാക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കുകയും. പിന്നെ സ്മാർട്ട് മീറ്ററുകളിലെ മേന്മകളെ കുറിച്ചും വേണ്ട ഇത് ഉപഭോക്താക്കൾ അവബോധം ഉണ്ടായിരിക്കണം. ഇത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് സ്മാർട്ട് മീറ്റർ ഇംപ്ലിമെന്റ് ചെയ്യുന്ന വെച്ചാൽ അത് കോസ്റ്റ് എഫക്റ്റീവ് ആവില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് സെക്ടറിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. റെഗുലേറ്ററി കമ്മീഷൻ അതനുസരിച്ചുള്ള കൃത്യമായ നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാക്കേണ്ടി വരും. പിന്നെ കൺസ്യൂമർ അതിനെക്കുറിച്ച് അവബോധം ഉണ്ടാക്കേണ്ടി വരും. വൈദ്യുതി ബോർഡ് അത് അല്ലെങ്കിൽ KSEB അത് നടപ്പിലാക്കേണ്ടി വരും. ഇത് എല്ലാവരും ഈ കാര്യത്തിൽ അവരവരുടെ ഡ്യൂട്ടി ചെയ്താൽ മാത്രമേ ഒരു സക്സസ് ആയിട്ട് പോകുള്ളൂ. അതുകൊണ്ട് ഇതിന്റെ പ്രയോജനങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിശകില്ലാത്ത ബില്ലുകൾ, ബില്ലിംഗ് കേന്ദ്രങ്ങളിലെ സെക്ഷൻ ഓഫീസുകൾ സന്ദർശിക്കേണ്ട ആവശ്യമില്ല. വൈദ്യുതി തകരാറ് സംഭവിച്ചാൽ വേഗത്തിലുള്ള പുനഃസ്ഥാപനം, നൂതനം സുതാര്യവുമായ താരിഫ് സ്കീമുകൾ, ഉപഭോക്തൃ പരിസരത്തെ ലോഡുകളുടെ വിദൂര നിയന്ത്രണം, ഇവൻ ഉപഭോക്താവിനും വിദൂരമായി പ്രവർത്തിക്കാൻ നിയന്ത്രിക്കാനുള്ള കഴിവ്, പണം ലാഭിക്കാനുള്ള സാധ്യത, എളുപ്പത്തിൽ പരാതി പരിഹാരം,
കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യകളുടെ അപ്ഗ്രഡേഷൻ ഉണ്ടാകുന്ന കാലതാമസം പരിഹരിക്കപ്പെടുന്നു. അതായത് റിമോട്ട് അപ്ഗ്രഡേഷൻ. നമുക്കറിയാം ഇപ്പൊ ടിഒഡി ബില്ലിങ് ഇപ്പൊ KSEB പറയുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ടിഒഡി ബില്ലിങ് LT സൈഡിലേക്ക് നമ്മുടെ ഇൻഡസ്ട്രിയൽ കൺസ്യൂമർ നടത്താനായിട്ട് അതിന്റെ സമയം മാറ്റാനായിട്ട് ചെയ്യണമെങ്കിൽ അവർ ഓരോ മീറ്ററും എടുത്തുകൊണ്ട് പോയി അത് അപ്ഗ്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ സമയം സെറ്റ് ചെയ്യണം. അതിന്റെ ഡിഫറൻറ്റ് നമുക്കറിയാം വേനൽക്കാലത്ത് ഇപ്പം മാറുന്നുണ്ട്. അതായത് പീക്ക് സമയം കൂടുതൽ സമയത്തേക്ക് വരുന്നുണ്ട്. ടിഒഡി ബില്ലിംഗ് എന്ന് പറഞ്ഞാൽ പീക്ക് സമയം രാത്രി 12 മണിയിലേക്കൊക്കെ വരുന്നുണ്ട് വേനൽക്കാലാകുമ്പോൾ. അപ്പൊ അതിനെ കൃത്യമായിട്ട് നമുക്ക് അതിന് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ടൈം മാറ്റണമെങ്കിൽ ഇപ്പൊ നടക്കില്ല, പ്രായോഗികമായിട്ട് നടക്കില്ല. പക്ഷെ ഈ സ്മാർട്ട് മീറ്റർ ആണെങ്കിൽ ഒറ്റ ദിവസം ഒരു ദിവസം അവിടെ ആ ഒരു നമ്മളുടെ കൺട്രോൾ റൂമിൽ നിന്ന് റിമോട്ട് ആയിട്ട് അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. എല്ലാ മീറ്ററും ഓട്ടോമാറ്റിക് ആയിട്ട് ആയിക്കോളും, അതിനൊരു ബുദ്ധിമുട്ടില്ല. ഇതാണ് പിന്നെ വിതരണ ശൃംഖലയുടെ കൃത്യമായ വിലയിരുത്തുക, പവർ ക്വാളിറ്റിയുടെ ശരിയായ വിലയിരുത്തുക, ഇതെല്ലാം ഇതിനകത്ത് നടക്കും. പിന്നെ അത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഡിജിറ്റൽ മീറ്ററുകൾ മുൻ നിശ്ചയിച്ച പല സമയത്ത് ബില്ലിംഗ് കാലം ഇപ്പോഴുള്ള ഡിജിറ്റൽ മീറ്ററുകൾ മുൻ നിശ്ചയിച്ച സമയപരിധിക്ക് അനുസരിച്ചും ബില്ലിംഗ് കാലം അനുസരിച്ചും വൈദ്യുതിയുടെ വിവിധ പാരാമീറ്ററുകൾ അളന്ന് ശേഖരിച്ച് സ്വന്തം മെമ്മറിയിൽ സൂക്ഷിക്കുമ്പോൾ AMI സ്മാർട്ട് മീറ്റർ ഓരോ 15 മിനിറ്റും റിസർച്ച് ശേഖരങ്ങൾ ശേഖരിച്ച് കൺട്രോൾ സെന്ററിലേക്ക് ട്രാൻസിസ്റ്ററിലേക്ക് അയച്ചു കൊടുക്കുന്നു. മാത്രമല്ല AMI സ്മാർട്ട് മീറ്റർ 24 അതായത് 24/7 ആയിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് ഏത് സമയവും ഉപഭോക്താവിന്റെ ഉപഭോഗ വിവരങ്ങൾ കൺട്രോൾ റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ പരിശോധിക്കാവുന്നതും വേണ്ട നടപടി എടുക്കാവുന്നതുമാണ്. അതുകൊണ്ട് വൈദ്യുതി കണക്ഷൻ സംബന്ധിച്ച് ഉപഭോക്താവ് ലഭിക്കേണ്ട സേവനങ്ങൾ ഉടനടി കൃത്യമായി വൃത്തിയാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ചുരുക്കി പറഞ്ഞാൽ മീറ്റർ റീഡിംഗ് മുതൽ ബില്ലിംഗ്, കറണ്ട് ചാർജ് കളക്ഷൻ, സമയത്ത് കറണ്ട് ചാർജ് അടയ്ക്കാത്തവരുടെ ഡിസ്കണക്ഷൻ, റീകണക്ഷൻ എന്നിവ വരെ മാനുഷിക ഇടവുകളില്ലാതെ മുൻനിശ്ചയ പ്രകാരം മുഖം നോക്കാതെ നീതിപൂർവ്വം നടക്കും. ബില്ലിൽ മാനുഷികമായ പിശകുകൾ ഇല്ലാതാവും. കേടായ മീറ്ററുകൾ വേഗത്തിൽ കണ്ടെത്തപ്പെടുകയും യൂട്ടിലിറ്റിയുടെ വരുമാനം സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. റീഡിങ്ങുകളും ബില്ലിങ്ങുകളും അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ജീവനക്കാരുടെ ശമ്പളത്തുകൾ കുറയുകയും ജീവനക്കാരെ പഠനത്തിൽ അനുസരിച്ച് യൂട്ടിലിറ്റിയുടെ പ്രവർത്തനത്തെ കാര്യക്ഷമമാക്കാനും ആവും. ഇതിനും പുറമെ വൈദ്യുത തടസ്സങ്ങൾ, അസാധാരണമായ ഉപഭോഗ വ്യത്യാസങ്ങൾ, മീറ്റർ സെക്യൂരിറ്റി ചെയ്തിട്ടുള്ള വൈദ്യുത മോഷണ ശ്രമങ്ങൾ തുടങ്ങിയവ അലേർട്ടുകളായി കൺട്രോൾ സെന്ററുകളിൽ ലഭിക്കുന്നതിനാൽ വൈദ്യുത തടസ്സവും അതിന്റെ വ്യാപ്തിയും എല്ലാം കൃത്യമായും വ്യക്തമായും യൂട്ടിലിറ്റിക്ക് മുൻകൂട്ടി അറിയാനും അതുവഴി വളരെ വേഗത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടാക്കുന്നതിന് സാധിക്കുന്നത് വൈദ്യുത തടസ്സത്തിന്റെ സമയദൈർഘ്യം കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പീക്ക് ഷേവിംഗ്, നമ്മുടെ ഒരു പ്രധാന പ്രശ്നമുള്ള പീക്ക്. നമ്മളതിന് പീക്കിനെ കുറിച്ച് പറയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ പീക്ക് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കപ്പാസിറ്റി ലോഡ്, നമ്മുടെ ഫിക്സഡ് ചാർജ് എന്ന് പറയുന്ന കപ്പാസിറ്റി ലോഡിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പീക്ക് കപ്പാസിറ്റി അനുസരിച്ചാണ്. നമ്മുടെ വൈദ്യുത ശൃംഖലയിൽ ഒരു വൈദ്യുതി ഒരു 15 മിനിറ്റ് പോലും 5 മിനിറ്റ് പോലും ഒരു വൈദ്യുതി ഉണ്ടായി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള മാക്സിമം ഡിമാൻഡിനനുസരിച്ചുള്ള ശൃംഖല നമുക്ക് ഉണ്ടാക്കണം. അതുപോലെ തന്നെ ജനറേഷനും, അതായത് നമ്മളൊരു ബസ് ഓടിച്ച് ഇവിടുന്ന് തിരുവനന്തപുരം വഴി ഓടിക്കുമ്പോൾ അതിന് 4 മണിക്കൂർ മാത്രം ഫുൾ ആൾക്കാരും ബാക്കിയുള്ള സമയത്ത് പകുതി ആൾക്കാരുമായിട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ പെർ യൂണിറ്റ് പെർ ആൾക്കാർക്കുള്ള കോസ്റ്റ് കൂടും എന്ന് പറഞ്ഞ പോലെയാണ് വൈദ്യുതിയുടെ കാര്യം. ഇതിനെ ഒപ്റ്റിമൽ യൂട്ടിലൈസേഷനായിട്ട് ഏറ്റവും ഒപ്റ്റിമലായിട്ട് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ കൂടുതൽ പീക്കായിട്ട് കൂടുതൽ ലോഡ് ചെയ്യാതെ ആ ലോഡിനെ 24 മണിക്കൂറേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോകുക. അതായത് ആൾക്കാരുടെ ഉപഭോഗം കുറയ്ക്കാതെ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള അവരുടെ ഉപഭോഗം ഈ പറയുന്ന ലോഡ് കുറഞ്ഞ സമയത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ അത്രയും കുറച്ച് നെറ്റ്വർക്കുകൾ ഉണ്ടാക്കിയാൽ മതി, അത്രയും കുറച്ച് ജനറേറ്റിംഗ് സ്റ്റേഷനുകൾ ഉണ്ടാക്കിയാൽ മതി. അപ്പം നമുക്ക് അവിടെ ജനറേറ്റിംഗ് സ്റ്റേഷന്റെ കപ്പാസിറ്റി, ഉപഭോഗത്തിന്റെ കപ്പാസിറ്റി പീക്ക് സമയത്തിൽ നിന്ന് ഓഫ് പീക്ക് സമയത്തേക്ക് മാറുക. അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന പീക്ക് ഷേവിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ പീക്ക് ഷേവിംഗ് വന്നു കഴിയുമ്പോൾ അങ്ങനെയുള്ള വലിയ ലാഭങ്ങൾ, അതായത് ഒരു 500 മെഗാവാട്ടിന്റെ സേവിങ് ഒരു വർഷം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കറിയാം 1 മെഗാവാട്ടിന് ഏകദേശം 15 കോടി രൂപയോളാവും. അപ്പോൾ അത്രയും ഒരു വ്യത്യാസം നമുക്കറിയാം. കഴിഞ്ഞ വർഷം തന്നെ ഒരു 4500 5000 മുകളിലേക്ക് പോയി നമ്മുടെ മാക്സിമം ലോഡ്. അപ്പൊ അതനുസരിച്ച് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റുകൾ കൂടുകയും നമ്മുടെ നെറ്റ്വർക്ക് കപ്പാസിറ്റിക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ വേണ്ടി വരികയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഒപ്റ്റിമൽ ആയിട്ട് ചെയ്യാനായിട്ട് പീക്ക് ഷേവിംഗ് എന്ന് പറയുന്നത് അതെങ്ങനെയാണ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ആൾക്കാർക്ക് ഒരു നമ്മൾ അൽഗോരിതം ഉണ്ടാക്കിയിട്ട് ഇപ്പൊ നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമുക്ക് 11 kV സൈഡ് വരെ ഇപ്പൊ അത് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ലോഡ് ജനറേഷൻ ബാലൻസ് ആണ്. ജനറേഷൻ ലോഡ് എപ്പോഴും ബാലൻസ് ചെയ്തുകൊണ്ട് പോകണം. അപ്പൊ അത് ബാലൻസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ജനറേഷൻ കൂട്ടണം. ജനറേഷൻ കൂട്ടാനായിട്ടില്ലെങ്കിൽ അടുത്ത പരിപാടി ലോഡ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ ലോഡ് കുറയ്ക്കാന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് 11 kV ലെവൽ വരെയുള്ള ലോഡ് കുറയ്ക്കാനുള്ള ഒരു അൽഗോരിതം ഉണ്ട്. അതിപ്പം ഫ്രീക്വൻസി അല്ലാതെ തന്നെ കുറെ റിലേകളുണ്ട്, അണ്ടർ ഫ്രീക്വൻസി റിലേകളെ DD റിലേകളെ, അങ്ങനെ കുറെ റിലേകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ആക്ട് ചെയ്ത് നമ്മൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടായിക്കോളും. പക്ഷെ അതിനപ്പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു വിതരണത്തിൽ നമ്മുടെ കൺസ്യൂമേഴ്സിനെ നേരിട്ട് അവരുടെ ലോഡുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനാണ്. അതായത് അവരെ അങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാം അവരുടെ ലോഡിനെ പ്രിയോറിറ്റൈസ് ചെയ്ത്, അതായത്
അത്യാവശ്യമുള്ളതിലൂടെ, ആവശ്യമുള്ളതിലൂടെ, വളരെ ഈ ആവശ്യമില്ലാത്തതിലൂടെ ഇങ്ങനെ പ്രിയോറിറ്റൈസ് ചെയ്ത് അതിനെ അവരുടെ സഹകരണത്തോടെ തന്നെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ പറ്റും. അതാണ് ഈ പീക്ക് ഷേവിങ്ങിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന, ഒഴിവാക്കാൻ പറ്റുന്ന പ്രധാന മാർഗം. അങ്ങനെയുള്ള ഒരു രീതികൾ അതാണ്. പിന്നെ ഈ എനർജി ഓഡിറ്റിങ്ങുകൾ നടത്താനായിട്ട് ഫീഡർ തിരിച്ചും ഇത് തിരിച്ചും നേരത്തെ ഞാൻ കാണിച്ചു, അതിനകത്ത് ഈ ട്രാൻസ്ഫോമർ തിരിച്ചും ലൈൻ തിരിച്ചും എല്ലാം ഓഡിറ്റ് ചെയ്യുന്നത്, അതും ഇതിന്റെ കൂട്ടത്തിൽ നടക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രീൻ എനർജി എങ്ങനെ ഉണ്ടാകുന്നു, ഗ്രീൻ എനർജിനെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു എന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഗ്രീൻ എനർജി നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഗ്രീൻ എനർജി പരമാവധി ഗ്രീൻ എനർജിനെ ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ ഈ വേരിയേഷൻസ് സോളാറും പുനരൂപക സ്രോതസ്സുകളായ സോളാർ വൈദ്യുതിക്കും കാറ്റാട് വൈദ്യുതിക്കും വരുമ്പോൾ അവയുടെ ഇന്ധനമായ കാറ്റും സൂര്യനും മനുഷ്യ നിയന്ത്രണത്തിലല്ല. അവയുടെ ലഭ്യത ഉപഭോക്താവിന്റെ വൈദ്യുതി ആവശ്യത്തിനനുസരിച്ചല്ല എന്ന് മാത്രമല്ല, അവ സീസൺ അനുസരിച്ചും സമയമനുസരിച്ചും അപ്രതീക്ഷിതമായി മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിലവിൽ ഗ്രിഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിന് അവയുടെ ലഭ്യതയ്ക്കനുസരിച്ച് പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകളുടെ ഉത്പാദനം ക്രമീകരിക്കേണ്ടി വരുന്നു. അത് മൂലമറ്റം പോലുള്ള പ്രധാന വൈദ്യുത പദ്ധതിയിലെ ഉത്പാദനം ക്രമീകരിച്ചാണ് പ്രായോഗികമായി നടക്കുന്നത്. അതുകൊണ്ട് വൈദ്യുത മേഖലയിൽ വൈദ്യുത ശൃംഖലയിൽ സോളാർ കാറ്റാട് വൈദ്യുതി അളവ് ഒരു പരിധിയിൽ കൂടിയാൽ അവയുടെ ലഭ്യതയിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾക്കനുസരിച്ച് പരമ്പരാഗത വൈദ്യുതി സ്രോതസ്സുകൾ ചെയ്യേണ്ട ക്രമീകരണം സാധ്യമല്ലാതെ വരികയും ഗ്രിഡ് സുരക്ഷ അപകടത്തിലാവുകയും ചെയ്യും. ഇവിടെയാണ് AMI സ്മാർട്ട് മീറ്ററിന്റെയും അതുവഴി സ്മാർട്ട് ഗ്രിഡിന്റെയും പ്രസക്തി. AMI സ്മാർട്ട് മീറ്റർ പദ്ധതി രാജ്യമൊട്ടുക്ക് നടപ്പിലാക്കുന്നതോടെ സോളാർ കാറ്റാടിപതിയിൽ ലഭ്യതയുണ്ടാകുന്ന മാറ്റങ്ങൾ ഉപഭോക്തമായി യോജിച്ചുണ്ടാകുന്ന സമയബന്ധമായതും ഫ്രീക്വൻസി ഡിപെൻഡന്റ് ആയതുമായുള്ള ഡിമാൻഡ് റെസ്പോൺസ് അൽഗോരിതം കൊണ്ട് നേരിടാനാവും. അതായത് ഉപഭോക്താവിന്റെ ലോഡിനെ അത്യാവശ്യം, ആവശ്യം, നിലവിൽ ആവശ്യമില്ലാത്തത്, വെരി എസെൻഷ്യൽ, എസെൻഷ്യൽ ആൻഡ് നോട്ട് എസെൻഷ്യൽ എന്നീ മുൻഗണനയിൽ തരംതിരിച്ച് മുൻ നിശ്ചയിച്ച ക്രമപ്രകാരം AMI സ്മാർട്ട് മീറ്റർ സംവിധാനത്തിലെ ലോഡ് ലിമിറ്റർ ഉപയോഗിച്ച് പുനരുപയോഗ വൈദ്യുതി ലഭ്യതയ്ക്കനുസരിച്ച് അനുസൃതമായി ഉപഭോക്തത്തെ നിയന്ത്രിക്കാൻ സാധിക്കും. അങ്ങനെ പരമ്പരാഗത രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വൈദ്യുത ശൃംഖലയിൽ പ്രധാന ഉപഭോഗത്തിൽ നിന്നും പ്രസരണ ശൃംഖലയുടെ മറ്റ് പ്രധാന കേന്ദ്രങ്ങളിൽ നിന്നും തലത്തിൽ നിന്നും സ്റ്റേഷനുകളിൽ നിന്നുമുള്ള സ്കാഡ വഴിയും മറ്റ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ലഭ്യമാകുന്ന വിവരങ്ങൾ ശൃംഖലയെ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ ഗ്രിഡ് ഓപ്പറേറ്റർമാരെ സഹായിക്കുന്നു. എന്നാൽ ലക്ഷക്കണക്കിന് സോളാർ വൈദ്യുതി ഉത്പാദകരാലും കാറ്റാടി വൈദ്യുതി ഉത്പാദകരാലും മറ്റ് റിന്യൂവബിൾ വൈദ്യുതി ഉത്പാദകരാലും ഘടിപ്പിക്കപ്പെട്ട് കിടക്കുന്ന ഇന്നത്തെ വിതരണ ശൃംഖലയിലേക്ക് ഗ്രിഡിലേക്ക് പ്രവഹിക്കുന്ന ഗ്രിഡിൽ നിന്ന് എടുക്കുന്നതുമായ വൈദ്യുതിയുടെ സമയബന്ധിതമായ കണക്കുകൾ ഗ്രിഡ് ഓപ്പറേറ്റിംഗ് സംവിധാനത്തിലേക്ക് ലഭ്യമാക്കാതെ സുരക്ഷിതവും സ്ഥിരതയുള്ളതും വ്യക്തിയുടെ മേന്മ ഉറപ്പാക്കുന്നതുമായ ഒരു വൈദ്യുത ശൃംഖല പരമാവധി അസാധ്യമാണ്. അത് സാധ്യമാക്കുന്ന ഒരേയൊരു സംവിധാനമാണ് AMI സ്മാർട്ട് മീറ്റർ പദ്ധതി വിഭാവനം ചെയ്യുന്നത്. സ്മാർട്ട് മീറ്റർ പദ്ധതി സ്ഥാപിക്കുന്നതോടെ ശൃംഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഉപഭോക്താവിന്റെ ഉപഭോഗത്തിന്റെയും റിന്യൂവബിൾ ഊർജ്ജ ഉത്പാദനങ്ങളിൽ നിന്നും പ്ലാന്റുകളിൽ നിന്നുള്ള വൈദ്യുതിഭോഗത്തിന്റെയും സമയബന്ധിതമായ കണക്കുകൾ ഗ്രിഡ് ഓപ്പറേറ്റിംഗ് സംവിധാനത്തിൽ ലഭ്യമാക്കുന്നതും അവ ഗ്രിഡിന്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തിനും സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും അവസരോചിതമായ തീരുമാനങ്ങൾ എടുക്കുവാൻ ഉപയോഗപ്രദമാകുകയും ഗ്രിഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തേണ്ടി വരുന്ന പരിധികളെ മറികടക്കാൻ പ്രാപ്തരാകുകയും ചെയ്യും. ഇതേ കാരണം കൊണ്ട് തന്നെ ഒരു ട്രാൻസ്ഫോമറിന് കീഴിൽ അനുവദിക്കാവുന്ന സോളാർ ഉത്പാദനത്തിന്റെ പരിധികൾ മറികടക്കാനും AMI സ്മാർട്ട് മീറ്റർ പദ്ധതി യൂട്ടിലിറ്റിയെ പ്രാപ്തരാകും. അതായത് സുരക്ഷിതമായി പ്രവർത്തിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഗ്രിഡിൽ കൂടുതൽ അളവിൽ ഹരിത വൈദ്യുതി സന്നിവേശിപ്പിക്കണമെങ്കിൽ സ്മാർട്ട് മീറ്റർ ഒഴിവാക്കാനാവില്ല എന്ന് സാരം. ശരിക്കും പറഞ്ഞാൽ 2070 നെറ്റ് സീറോ ടാർഗറ്റ് എന്ന ലക്ഷ്യത്തിലേക്കുള്ള രാജ്യത്തിന്റെ പ്രയാണത്തിലേക്കുള്ള ഒരു പ്രധാന പടിയാണ് AMI സ്മാർട്ട് മീറ്റർ പദ്ധതി. അപ്പൊ നമ്മൾ ഇതിനോടൊപ്പം തന്നെ നമുക്കറിയാം മറ്റു പല സംസ്ഥാനങ്ങളിൽ പിയർ ടു പിയർ, അതായത് നമുക്ക് പിയർ ടു പിയർ നമ്മള് ട്രാൻസ്ഫറിന്റെ നമ്മുടെ ട്രാൻസ്ഫർ എക്സ്ട്രാ ഇലക്ട്രിസിറ്റി ഉള്ള ഒരാൾക്ക് സ്വന്തം വേറെ ആളെ കണ്ടുപിടിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പിയർ ടു പിയർ പ്ലാറ്റ്ഫോം. അത് നടപ്പാക്കണമെങ്കിലും നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു AMI സ്മാർട്ട് മീറ്റർ ഇല്ലാതെ പറ്റും. സ്മാർട്ട് മീറ്റർ വളരെ അത്യാവശ്യമാണ്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യമാണ് സ്മാർട്ട് മീറ്ററിനെ കുറിച്ച് പറയാം. പിന്നെ AMI എന്താണ്? നിങ്ങൾ AMI കുറിച്ച് പറയുമ്പോൾ നമ്മളറിയാം, നമ്മൾ ഈ സിസ്റ്റം നടപ്പാക്കണമെങ്കിൽ സ്മാർട്ട് മീറ്റർ മാത്രം പോരാ. അതിനകത്ത് ഇത്രയും ഒരു സിസ്റ്റം ഉണ്ട്. AMIക്കകത്ത് സ്മാർട്ട് മീറ്റർ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഉണ്ട്, പിന്നെ സെർവറിനകത്ത് ഹെഡൻ സിസ്റ്റം ഉണ്ട്, മീറ്റർ ഡാറ്റ മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്, പിന്നെ ഇത്രയും അതിനോടൊപ്പം തന്നെ ഈ നെറ്റ്വർക്ക് അറേഞ്ച്മെന്റ് സിസ്റ്റം ഉണ്ട്. ഇതെല്ലാം കൂടി ഉണ്ടെങ്കിലേ ഉള്ളൂ ഒരു AMI എന്ന് പറയുന്ന അഡ്വാൻസ് ഇൻഫ്രാസ്ട്രക്ചർ. ഇതൊരു സ്മാർട്ട് മീറ്റർ തന്നെ ഒരു നിലനിൽപ്പില്ല. ഈ ഇത്രയും ആകെയുള്ള ഒരു സിസ്റ്റത്തിൽ കൂടെ മാത്രമേ സ്മാർട്ട് മീറ്റർ നിലനിൽപ്പുള്ളൂ. അത് നമ്മൾ ഇതാണ് ഇതിനൊരു ജനറൽ ആയിട്ടുള്ള ഒരു കമ്പറൻസ്. ഇതാണ് ഇതിന്റെ ഒരു ആർക്കിടെക്ചർ. ഞാൻ ഇതിലേക്കൊന്നും അധികം ഡെപ്തിലേക്കൊന്നും പോകുന്നില്ല. ഇത് നമുക്കൊരു ജനറൽ ഐഡിയ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു നെറ്റ്വർക്ക് ഉണ്ട്, അതിനകത്ത് കമ്മ്യൂണിക്കേഷൻ, ഏത് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും കൊണ്ടുള്ള സിം ആണെങ്കിലും വേണ്ടില്ല, എങ്ങനെയാണെങ്കിലും ആ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ കൂടെ പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഡിവൈസ് ചെയ്തിട്ട് അത് സൈറ്റ് വെരിഫൈ ചെയ്ത് അതിന്റെ ഏതൊക്കെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ബെസ്റ്റ് എഫിഷ്യൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് സെർവറിലേക്ക് കൊണ്ടുവരിക. സെർവറിൽ കൊണ്ടുവന്നിട്ട് അത് ഹെഡൻ സിസ്റ്റത്തിലേക്കും മീറ്റർ ഡാറ്റ മാനേജ്മെന്റിലേക്ക് വരിക. അത് എന്നിട്ട് എക്സിസ്റ്റിംഗ് സിസ്റ്റമായിട്ട് യൂട്ടിലിറ്റിയുടെ എക്സിസ്റ്റിംഗ് സിസ്റ്റമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. അതാണ് ഇതിന്റെ ഒരു ആർക്കിടെക്ചർ, ജനറൽ ആയിട്ടുള്ള ഒരു മോഡൽ. അപ്പൊ ഞാൻ ഈ ഒരു കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം
ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇലക്ട്രിസിറ്റി റൈറ്റ് ഓഫ് ദി കൺസ്യൂമറിൽ 2020 അമെന്റ്മെന്റിൽ ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്തോട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ, ഇങ്ങനെ ഒരു പ്രീപെയ്ഡ് മീറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ അവര് ശരിക്കും പറഞ്ഞാൽ പറയാം ഡേറ്റ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും അവരോട് ഈ ബാലൻസ് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഉപഭോക്താവിന്റെ അവകാശത്തിൽപ്പെട്ടതാണ്. The consumer having a smart meter payment shall also be given data access for checking their consumption and balance for at least in a daily basis. അപ്പൊ നമ്മളൊരു സ്മാർട്ട് മീറ്ററിനകത്ത് ഇപ്പം തന്നെ നമ്മളത് പറയുകയാണ്, നമ്മൾ ഓൾറെഡി ഇപ്പം പലയിടത്തും നടപ്പിലാക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊരു കൺസ്യൂമർ റൈറ്റ് ആണ്. എല്ലാ ദിവസവും അവിടെ പൈസ എത്ര ബാലൻസ് ഉണ്ടെന്ന് അവർ അറിഞ്ഞിരിക്കണം. അതൊരു സ്മാർട്ട് മീറ്റർ ഇൻസ്റ്റാളേഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ മാക്സിമം ഡിമാൻഡ് നമ്മുടെ ഇപ്പോഴത്തെ ഇതിൽ ആവശ്യപ്പെട്ടത് തന്നെയാണ്. നമ്മുടെ മാക്സിമം ഡിമാൻഡ് കണക്കാക്കേണ്ടത് സ്മാർട്ട് മീറ്ററിൽ റെക്കോർഡ് ചെയ്യുന്ന പ്രകാരമാണ്. അങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെടുന്ന മാക്സിമം ഡിമാൻഡ് എടുക്കുമ്പോൾ അതിനകത്തൊരു സാങ്ഷൻ ലോഡിനേക്കാളും കൂടുതൽ വന്നാൽ പോലും ഒരു വർഷത്തിന് 3 പ്രാവശ്യമോ ഒക്കെ വന്നാൽ മാത്രമേ ഉള്ളൂ അത് മാറ്റാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതുണ്ട്. ഞാനിത് പറഞ്ഞു വരുന്നത് ഇതിനെ സംബന്ധിച്ച കൺസ്യൂമറിന്റെ റൈറ്റിനും വേണ്ടിയിട്ട് ഇപ്പം തന്നെ റെഗുലേഷനുകളും ഒക്കെ ഉണ്ട്. പല സ്റ്റേറ്റുകളും ഇതിനനുസരിച്ച് റെഗുലേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം കൂടെ കൂടിയാലേ ഉള്ളൂ കൃത്യമായിട്ട് ഇത് വരുള്ളൂ. ഇനി ഞാനിതിപ്പോ ഇപ്പോഴത്തെ സ്റ്റാറ്റസിനെ കുറിച്ച് പറഞ്ഞാൽ ഇത് ഞാൻ നമ്മുടെ സൈറ്റിൽ നിന്ന് എടുത്തതാണ്. ഈ സൈറ്റിൽ ഇപ്പം കിടപ്പുണ്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. NSGM ഗവൺമെന്റ് സൈറ്റിൽ ഈ പറഞ്ഞ സൈറ്റ് മാപ്പിൽ കിടപ്പുണ്ട്. അത് ഇന്നനുസരിച്ച് ഇപ്പൊ 22 കോടിയാണ്, 22.24 കോടിയാണ് നമ്മളുടെ സാങ്ഷൻ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് 1,35,00,000 ഇൻസ്റ്റാൾ ചെയ്ത് ബാലൻസ് നടക്കാനുണ്ട്. അതോടൊപ്പം തന്നെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ മീറ്റർ ഉണ്ട്, ജനറൽ മീറ്റർ ഉണ്ട്, ഇതെല്ലാം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അടുത്ത ഇതിലേക്ക് വരുമ്പോൾ നമ്മൾക്കറിയാം ഇതാണ് ഡിഫറെന്റ് ഏജൻസികൾ. അതിനകത്ത് നമ്മളിപ്പോ RDSS മാത്രമാണ് അതിനകത്തൊരു 19 കോടിയാണ് സാങ്ഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഓൾറെഡി ഇത് നടക്കുന്നുണ്ട്. മറ്റ് വളരെ DDGY, IPDS തൊട്ടുള്ള മറ്റുള്ള പല ഏജൻസികളും നാഷണൽ സ്മാർട്ട് ഗ്രിഡ് മിഷന്റെ ഏജൻസികളൊക്കെ നടക്കുന്നത്. ഇതെല്ലാം കൂടിയാണ് 22 കോടി. അതിനകത്ത് ഏജൻസികളുടെ ലിസ്റ്റെല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട്. ആൾക്കാർക്ക് ഇതിനകത്ത് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ആ സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ നമ്മൾ നോക്കിയാൽ തന്നെ അതിനകത്ത് വളരെ റിപ്പോർട്ടുകളുണ്ട്, എല്ലാ റിപ്പോർട്ടുകളും ഉണ്ട്, വളരെയധികം റിപ്പോർട്ടുകളുണ്ട്. ഇതൊക്കെ നമുക്ക് പോയി നോക്കിയാൽ അറിയാൻ പറ്റും. ഇത്രയാണ് എനിക്ക് ഇതിനെ കുറിച്ച് ജനറൽ ആയിട്ട് പറയാനുള്ളത്. ഇനിയിപ്പോ നമുക്ക് സൈറ്റിൽ പോയി കഴിഞ്ഞാൽ വേണമെങ്കിൽ ഞാൻ സൈറ്റിലേക്ക് കയറി കാണിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഈ സൈറ്റ്. അത് കാണാൻ പറ്റുന്നെങ്കിൽ കാണാമെങ്കിൽ എളുപ്പം ഇതാണ് സൈറ്റ്. ഇവിടെ കോഴിയൊക്കെ കാണാം. നമ്മുടെ ഇതിന്റെ നാഷണൽ സ്മാർട്ട് ഗ്രിഡ് മിഷന്റെ സൈറ്റ് ആണിത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് കൃത്യമായിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ അതിനകത്തൊരു ഒരു മീറ്ററിംഗ് ഡാഷ്ബോർഡ് ഉണ്ട്. ആ ഡാഷ്ബോർഡിൽ സ്റ്റേറ്റ് വൈസ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഓരോ സ്റ്റേറ്റിന്റെയും കാണാനും പറ്റും. ഇത് ഈ സ്റ്റേറ്റിന്റെ ആണ്. ഇത് സ്റ്റേറ്റ് വൈസ് ആണ്. മറ്റേ സ്മാർട്ട് മീറ്റർ ഡാറ്റാസ് നോക്കി കഴിഞ്ഞാൽ സ്റ്റാറ്റസ് നോക്കി കഴിഞ്ഞാൽ സ്റ്റേറ്റ് വൈസ് ഉള്ള സ്റ്റാറ്റസ് നമുക്ക് ഇവിടെ കാണാം. ഇത് എല്ലാവരും കാണാം. ഇതിനകത്ത് നമ്മൾ നോക്കിയാൽ കേരളത്തിന്റെ കാണാം. കേരളത്തിന്റെ ഒന്നുമില്ല. 25 ഇന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം കേരളം ഇവിടെ കിടപ്പുണ്ട്. കേരളം എവിടെയാ പോണ്ടിച്ചേരി, കേരളത്തിന്റെ ഇപ്പൊ ഇതുവരെ 0 ആണ്. അതുപോലെ തന്നെ ഈ കണ്ടിന്യൂസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ നോക്കുമ്പോൾ കാണാം. നെക്സ്റ്റ് നമ്മൾ ഈ പറയുന്ന അവർ എന്തുമാത്രം പ്രോഗ്രസ് ആണ് ഈ റൈറ്റിൽ കാണുന്ന ആ ബ്ലൂ നോക്കിയാൽ അറിയാം. ചില സ്റ്റേറ്റുകളൊക്കെ നന്നായിട്ട് പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നടക്കുന്നുണ്ട്. നല്ലത് പറയുന്ന കാര്യം കേരളം ഇപ്പൊ ഇല്ല. ഇതാണ് നമ്മൾ ഒരു കാര്യം അറിയേണ്ടത്. പിന്നെ ആൾക്കാർ ഇതിനെക്കുറിച്ച് ഒത്തിരി സംശയമുള്ള കാര്യങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ ഇതിനകത്ത് ഒരു റിപ്പോർട്ട് എന്നും പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റിസോഴ്സ് സെന്റർ റിപ്പോർട്ട് ഇവിടെ നോക്കിയാൽ നമ്മൾക്ക് ഈ റിപ്പോർട്ടിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് പല കാര്യങ്ങളും അറിയാൻ പറ്റും. കാരണം വെച്ചാൽ ഇതിനു മുമ്പുള്ള നമ്മളുടെ ഈ പറഞ്ഞ നമ്മളുടെ ഈ MISPയുടെയും RDSSനെയും സംബന്ധിച്ച ഈ സ്റ്റാൻഡേർഡ് ബിഡ് ഡോക്യുമെന്റ് ഇതിന് അതുപോലെ റിപ്പോർട്ടാണെങ്കിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിപ്പോർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച ഇതുവരെ നമുക്ക് അതിന്റെ പൈലറ്റ് പ്രൊജക്ടുകളെ അതിന്റെ സക്സസ് ഇത് നടപ്പാക്കിയതിന്റെ സക്സസ് ഇതെല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും ഇതിൽ കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ ഈ സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഡോക്യുമെന്റ് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് കിടപ്പുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സംശയം ഉണ്ടെങ്കിൽ ക്ലാരിറ്റി ഉണ്ടാക്കാൻ പറ്റും. ഇതെല്ലാം ഇതിനകത്ത് തന്നെ കിടപ്പുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ജനറൽ ആയിട്ട് പറയാനുള്ളത്.